അല്ല, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആൾക്കാർ കോഴിക്കോട്ടുകാരാണ്. ഒരു വടക്കൻ വീരഗാഥയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അതെ അതെ. എന്തിനാ നിങ്ങൾ ചോദിച്ചത്? ഞാൻ തിയേറ്റർ ചെയ്യുന്ന സമയത്ത് പ്രശാന്ത് നാരായൺ സാറ് അദ്ദേഹത്തിൻ്റെ കഥകൾ വെച്ചിട്ട് നാടകം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് കുട്ടിയെഴുത്തി എന്ന് പറയുന്ന ക്യാരക്ടറും അതുപോലെ തന്നെ ഉണ്ണിയാർച്ച എന്ന് പറയുന്ന ഒരു 2.5-3 മണിക്കൂറുള്ള ഒരു പ്ലേ ആയിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാടകമൊക്കെ ചെയ്യാൻ, അല്ലാതെ സിനിമയൊക്കെ മോഹിക്കാൻ മാത്രമുള്ള ഒരാളായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ സിനിമകൾ. അപ്പോൾ അദ്ദേഹം സിനിമ ചെയ്യുന്ന സമയത്ത്, കൂടുതലായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളൊന്നും ആക്ടേഴ്സ് ആയിട്ട് വന്നിട്ടില്ല. അപ്പോൾ അതൊരു ആഗ്രഹമായിട്ട് അതൊന്നും നടക്കില്ലല്ലോ എന്നുള്ള ഒരു ആ ഒരു സ്ഥലത്ത് വെച്ചിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആദ്യം സുധീരേട്ടൻ വിളിച്ചപ്പോൾ പറയുന്നത് കുട്ടിയെഴുത്തി എന്നുള്ളതായിരിക്കും. ചില സാഹചര്യങ്ങൾ കൊണ്ട് ആ സിനിമ ഷൂട്ട് ചെയ്ത സമയത്ത് മാറ്റി. അങ്ങനെ പിന്നെ ജയരാജ് സാറിൻ്റെ സ്വർഗം തുറക്കുന്ന സമയം, ആ സിനിമയിൽ സീതാലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തു. പിന്നെ അതിൽ ആക്ടേഴ്സിനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഈ ആന്തോളജിയിൽ ആക്ടേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു റൂൾ ഉണ്ടായിരുന്നു. പക്ഷേ പ്രിയൻ സാറ് ഓളും തിരിയും ചെയ്ത സമയത്ത് ഫിലോമിന ചേച്ചി ചെയ്തിട്ടുള്ള ക്യാരക്ടറിനാണ് എന്നെ വിളിച്ചത്. അപ്പോഴും എനിക്ക് അറിയില്ല, ഞാൻ അത് വായിച്ചിട്ടേ ഉള്ളൂ, സിനിമയൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പം എന്നോട് ആനന്ദ വിളിച്ച് ആ സിനിമ കാണരുത്, അതെനിക്ക് വേണ്ട, ആ രീതിയിൽ അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, വേറൊരു ഇതാണെന്ന് പറഞ്ഞിട്ടാണ് ആ സിനിമ. അപ്പം ഞാൻ ആലോചിക്കുന്നത് എന്തെങ്കിലും കോമഡിയൊക്കെ പോലെ ആയിരിക്കും എന്നൊക്കെയുള്ള രീതിയിലാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഒന്നും അറിയാതെ പോയതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ എളുപ്പമായിരുന്നു. പക്ഷെ എനിക്കത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു റോളായിരുന്നു. ഒരു 67 വയസ്സുള്ള ഒരു ഉമ്മയുടെ ക്യാരക്ടറാണ് അത്. പ്രത്യേകിച്ച് എനിക്ക് വളരെ പ്രയാസം ദുർഗയുടെ അമ്മയായിട്ട് അഭിനയിക്കുക എന്നുള്ളൊരു വലിയൊരു ചാലഞ്ച് എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് സങ്കല്പിച്ചു എൻ്റെ ഭർത്താവിൻ്റെ ഛായയായിരിക്കും അവൾക്ക് എന്നൊക്കെ. അതേപോലെ തന്നെ ലാൽ സാറിൻ്റെ ഒരു അമ്മായിയമ്മയായിട്ടും വരും. പ്ലീസ് നോ, ഇത് കാരണം ഇനി എല്ലാവർക്കും നായകന്മാരുടെ അമ്മവേഷങ്ങളിലേക്ക് മാത്രം എന്നെ കൺസിഡർ ചെയ്യരുത്. കാരണം അത് ഞാനിപ്പോൾ ചെയ്യില്ല. ദുർഗ പിന്നെ എൻ്റെ നാട്ടുകാരി ആയതുകൊണ്ടും ഒക്കെ കൂട്ടുകാരി ആയതുകൊണ്ടും ഒക്കെ ഞാനൊരു കൺസിഡർ അത് മാത്രമല്ല MT സാറിൻ്റെ എന്ത് ക്യാരക്ടറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളൊരു അത്രയും ആഗ്രഹമുണ്ട്. ആക്ടേഴ്സ് എപ്പോഴും ബെഗേഴ്സാണ്. അപ്പോൾ അവർക്ക് എന്താണോ കിട്ടുന്നത് അത് ഏറ്റവും നന്നായിട്ട് ചെയ്യുക എന്നുള്ളത്. നമുക്ക് ഇത് സെലക്ട് ചെയ്യാം, അത് സെലക്ട് ചെയ്യാം, ഈ ക്യാരക്ടർ എനിക്ക് വേണ്ട, അങ്ങനെയുള്ള ഒരു സാഹചര്യം ഈ നിമിഷം വരെ എനിക്ക് വരാത്തത് കൊണ്ടും എനിക്കിത് വലിയൊരു ഗിഫ്റ്റായിരുന്നു. പിന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ കടന്നു പോയിട്ടുള്ള ഏജൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ചിന്തിക്കാൻ പറ്റും എങ്ങനെയൊക്കെ ആയിരിക്കുന്നു. ഇത് 10-67 വയസ്സ്, അതും 67 കാലഘട്ടങ്ങളിൽ എഴുതിയിട്ടുള്ള ഒരു കഥ. അപ്പം അതൊക്കെ എനിക്ക് വളരെ ചാലഞ്ചിങ് ആയിരുന്നു. 2-3 മണിക്കൂർ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഒക്കെ ചെയ്യുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ ഈ 2 സിനിമകളിൽ അഭിനയിക്കാൻ പറ്റി. അതും എല്ലാ ലെജൻസിൻ്റെ കൂടെയുമുള്ള ഓളവും തീരവും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിൽ അഭിനയിക്കാൻ പറ്റി. അവർക്ക് വലിയ ഭാഗ്യമായിട്ട്